റഹ്മാനായ റബ്ബെ. പലപ്പോഴും നമ്മൾ വിളിക്കുന്ന ഒരു പേരാണില്ലേ അള്ളാഹുവിൻ്റെ റഹ്മാൻ എന്ന പേര്, അർ റഹ്മാൻ. ഈ റഹ്മാൻ എന്ന പദം കൊണ്ട് നമുക്ക് ഒട്ടനവധി നേട്ടങ്ങൾ ലഭിക്കുമെന്ന് മഹത്തുക്കൾ വിശദീകരിച്ചു തരുന്നുണ്ട്. നമ്മുടെ ഹാജത്തുകൾ പൂർത്തിയാകാൻ, ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ, അതുപോലെ തന്നെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അജായിബുകളുടെ ലോകങ്ങൾ തുറന്നു തരാൻ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ അത്ഭുതങ്ങളുടെ കലവറകൾ തുറന്നു തരാനൊക്കെ ഈ ഒരു റഹ്മാൻ എന്ന നാമം കൊണ്ട് നമുക്ക് സാധ്യമായി കിട്ടുമെന്ന് മഹത്തുക്കൾ വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മളൊക്കെ വിളിക്കുന്ന വിശുദ്ധമായ ഖുർആൻ തുടക്കം കുറിച്ച ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ റഹ്മാൻ എന്ന നാമത്തിൻ്റെ പോരിശകൾ എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. എങ്ങനെയാണ് ചെയ്യേണ്ടത്, ചൊല്ലേണ്ടത് എന്നും അതുപോലെ എത്ര എണ്ണമാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ ഒന്ന് വിശദമായി കേൾക്കാം ഇൻഷാ അല്ലാഹ്. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. لكم تزدهي أحرفي والجمال. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലം. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ, സന്തോഷമല്ലേ? മനസ്സറിഞ്ഞൊരു അൽഹംദുലില്ലാഹ് നമ്മൾ പറയണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും നമുക്ക് വന്നുപോയ ചില വിഷമങ്ങളുടെ പേരിൽ ഇപ്പോഴും സങ്കടപ്പെട്ടിരിക്കുകയാണ്. അതൊക്കെ മറന്നിട്ട് അല്ലാഹു എനിക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ ഓർത്തുകൊണ്ടുവന്ന് അൽഹംദുലില്ലാഹ് എല്ലാവരും ഓരോരുത്തരും അവരുടെ നഫ്സിനോട് ചോദിക്കാം. നമുക്ക് അള്ളാഹു കണ്ണ് നൽകി, കാത് നൽകി, കൈകാലുകൾ നൽകി, എല്ലാം അള്ളാഹു നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ ആവശ്യമുള്ളതൊക്കെ നൽകി. എന്നിട്ടോ ചില പ്രയാസങ്ങൾ അവിടെയൊക്കെ, കുറച്ച് കടം, അല്ലെങ്കിൽ ഒരു ചെറിയ ജോലിയില്ലായ്മ, അല്ലെങ്കിൽ ഒരു വീടില്ലായ്മ, ഇതൊക്കെ അല്ലെങ്കിൽ കുടുംബപരമായ ചെറിയൊരു വിഷയം, എങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പ്രശ്നം തന്ന് നമുക്ക് പരീക്ഷണം നൽകുന്നത് നമുക്ക് വിജയം ലഭിക്കാൻ. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത നിഅമത്തുകൾ എത്രയോ കോടാനുകോടി നിഅമത്തുകൾ, അള്ളാഹു അതിലൊക്കെ നന്ദിയുള്ളവരാക്കി നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇല്ലേ? ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് എന്താ അറിയാം? നമ്മുടെ ഖൽബിലെ മുറാദുകൾ ഹാസിലാക്കാനും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് അജായിബുകളുടെ അത്ഭുതങ്ങളുടെ കലവറകൾ തുറന്നു കിട്ടാനും ഒക്കെ കാരണമായി തീരുന്ന ഒരു ഇസ്മ, അർ റഹ്മാൻ എന്ന ഇസ്മ. അർ റഹ്മാൻ അല്ലേ? അങ്ങനെ ഒരു സൂറത്തുണ്ടല്ലോ വിശുദ്ധ ഖുർആനിൽ, അർ റഹ്മാൻ തുടങ്ങുന്ന സൂറത്ത്. എന്നാൽ ഈ അർ റഹ്മാൻ എന്ന പദം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എത്ര പ്രിയപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം. വിശുദ്ധമായ ഖുർആൻ തുടക്കം കുറിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അർ റഹ്മാനായ അർ റഹീമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് എന്നാണ്. അപ്പം അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇസ്മ, അതായത് വിശുദ്ധമായ ഖുർആൻ ലോകാവസാനം വരെ നിലനിൽക്കുന്ന അള്ളാഹുവിൻ്റെ വലിയ ഒരു എന്താണ് അത്ഭുതമാണ് അല്ലേ? ഹബീബായ നബി തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. വിശുദ്ധമായ ഖുർആൻ ചർച്ച ചെയ്യാത്ത ഒരു സംഗതിയില്ല. അപ്പോൾ ഈ വിശുദ്ധമായ ഖുർആൻ അള്ളാഹു തുടക്കം കുറിച്ചത് ഈ ഒരു പദം കൊണ്ടാണ്. നോക്ക്, ബിസ്മില്ല, അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് എങ്ങനത്തെ അള്ളാഹുവാണ് അള്ളാഹുവിനെ വിശേഷിപ്പിക്കുന്ന ആദ്യം കൊടുത്തത് അർ റഹ്മാൻ എന്നാണ്. അർ റഹ്മാൻ, അതായത് നമ്മളൊരു സംഗതി, ഇപ്പോൾ അള്ളാഹുവിന് 99 പരം വരുന്ന നാമങ്ങളുണ്ട് എന്നും അതുകൊണ്ടൊക്കെ എന്ത് ചെയ്യാം, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, എണ്ണി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ ആദ്യമായി പറഞ്ഞത് അർ റഹ്മാൻ എന്നാണ്. നോക്ക്, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറഞ്ഞു നിർത്തിയിട്ട് الرحمن الرحيم الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر الخالق البارئ المصور الغفار القهار الوهاب الرزاق الفتاح العليم القابض الباسط തുടങ്ങി അർ റഹ്മാൻ എന്ന പദം കൊണ്ടാണ് എന്ത് ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എന്ത് ചെയ്തത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ തുടങ്ങിയത്. അപ്പോൾ ഒരുപാട് നാമങ്ങൾ അള്ളാഹുവിനുണ്ട്. ഈ നാമങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു വിശുദ്ധ ഖുർആൻ തുടക്കം കുറിക്കാൻ തിരഞ്ഞെടുത്ത ഏതാ? അർ റഹ്മാൻ എന്ന പദമാണ്. റഹ്മാൻ എന്ന പദത്തിന് വലിയ ഫദ്ലുണ്ട്, വലിയ ശ്രേഷ്ഠതയുണ്ട്. എന്താ റഹ്മാൻ എന്ന് പറഞ്ഞാൽ? റഹ്മാൻ നമ്മൾ പൊതുവേ പറയുമ്പോൾ കാരുണ്യവാൻ എന്ന് ഒറ്റ വാക്കിൽ അർത്ഥം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അർ റഹ്മാൻ എന്ന പദത്തിൻ്റെ വിശേഷണം അങ്ങനെയല്ല. അർ റഹ്മാൻ എന്ന പദത്തിൻ്റെ വിശദീകരണം അങ്ങനെയല്ല. മറിച്ച് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലത്തിൽ പറഞ്ഞാൽ ഈ ലോകത്ത്, അതായത് നമ്മൾ ജീവിക്കുന്ന ഭൗതിക ലോകത്ത്, ഈ ഭൂമിയിൽ അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങൾക്കും, അതായത് സാലിഹീങ്ങളായ സച്ചരിതരായ ഈമാനുള്ള മുഅ്മിനീങ്ങൾ, 5 നേരം നിസ്കരിച്ച് നോമ്പനുഷ്ഠിച്ച് സക്കാത്ത് കൊടുത്തൊക്കെ ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ, അവർക്കും ഇനി അവരല്ലാതെ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്നവർക്കും, അള്ളാഹുവിനെ വഴിപ്പെടാതെ എന്ത് ചെയ്യുക, മുഅ്മിൻ അല്ലാതെ ജീവിക്കുന്ന ആളുകൾ, അത് ആരും ആയിക്കൊള്ളട്ടെ അല്ലേ, ഈമാനില്ലാത്ത ആരും ആയിക്കൊള്ളട്ടെ, ഇവർക്കെല്ലാം അള്ളാഹുവിനെ വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും ഒക്കെ ഗുണം ചെയ്യുന്നവനായ അള്ളാഹ് എന്നാണ് അതിനർത്ഥം. ഗുണം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകത്ത് ഈമാനുള്ളവർക്ക് മാത്രമല്ല അള്ളാഹു വായു കൊടുക്കുന്നത് അല്ലേ? വായു ശ്വസിക്കാൻ കൊടുക്കുന്നത് ഈമാനുള്ളവർക്ക് മാത്രമല്ല, ഈമാൻ ഇല്ലാത്തവർക്കും കിട്ടുന്നുണ്ട്. അള്ളാഹ് ഇല്ല എന്ന് പറഞ്ഞ ഫറോവയും വായു ശ്വസിച്ചാണ് ജീവിച്ചത്. ഈ ലോകത്ത് ഭക്ഷണം കൊടുക്കുന്നത് അള്ളാഹിനെ വിശ്വസിക്കുന്നവർക്ക് മാത്രമല്ല, അല്ലാത്തവർക്കും കിട്ടുന്നുണ്ട് അല്ലേ? അള്ളാഹിനെ ധിക്കരിച്ചവർക്ക് മാത്രമല്ല, അല്ലെങ്കിൽ അള്ളാഹുവിനെ അനുസരിച്ചവർക്ക് മാത്രമല്ല ഇവിടെ വെള്ളം കിട്ടുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ വഴിപ്പെട്ടവർക്കും എല്ലാത്തവർക്കും ഒക്കെ കുറെ ഗുണം ചെയ്യുന്നുണ്ട്. ദുനിയാവിൽ വെച്ച് അള്ളാഹു ഗുണം ചെയ്തു കൊടുക്കും. എന്നാലോ ഇപ്പോൾ അയൽക്കൂട്ടത്തിൽ ഒന്നുകൂടെ മനസ്സിലാക്കണം. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു ഉമ്മ വിളിച്ചിട്ട്
എന്നോടൊരു സങ്കടം പറഞ്ഞ എന്താ അറിയോ, ഉസ്താദേ ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്, എല്ലാ അമലുകളും ചെയ്യുന്നുണ്ട്, പിന്നെ അവർ ഞങ്ങൾക്ക് മാത്രം എന്താ ഇത്ര ഇടങ്ങേറ് തരുന്നു, അല്ലാത്തൊക്കെ കുറേ ആൾക്കാർ ഒന്നും ചെയ്യാത്ത കുറേ നിരീശ്വരവാദികളായ ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വസ്ഥമായിട്ട് സന്തോഷത്തോടുകൂടി ജീവിക്കണ്ടല്ലോ എന്ന്, നമുക്ക് മാത്രം എന്താ ഇടങ്ങേറുന്നു. പലരുടെ ചിന്ത അങ്ങനെയാണ് അല്ലേ. അള്ളാഹു അങ്ങനെ പരീക്ഷണം നൽകുന്നുണ്ടല്ലോ. അതായത് അള്ളാഹിനെ അനുസരിച്ച് ജീവിക്കുന്ന ഏറ്റവും നല്ല മുത്തഖീങ്ങൾക്ക് അള്ളാഹു വലിയ പരീക്ഷണം നൽകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ പരീക്ഷണം നേരിട്ട ആളാണ്. ഹബീബായ നബി തങ്ങളെ പറ്റി അവിടുത്തെ ചരിത്രം പരിശോധിച്ചാൽ അറിയാൻ പറ്റും. അള്ളാഹിന്റെ സൃഷ്ടികളിൽ മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ ബലാഹുകൾ നേരിട്ടത് പ്രവാചകന്മാർക്കാണ്. പ്രവാചകന്മാർ നേരിട്ടതുപോലെ കഷ്ടതയും പ്രയാസവും വേറൊരാളും നേരിട്ടിട്ടില്ല. ആ കൂടുതൽ നബിതങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രയാസം നേരിട്ടത്. എന്തോരം പ്രയാസങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ നോക്കിയാൽ കാണാൻ കഴിയുന്നില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അള്ളാഹിനെ അനുസരിച്ച് ജീവിച്ചു എന്ന് കരുതിയിട്ട് ഇവിടെ പരീക്ഷണങ്ങൾ ഇല്ലാതിരിക്കുകയും ഇല്ല. ഈ ദുനിയാവിൽ എല്ലാവർക്കും എന്ത് ചെയ്യും, അള്ളാഹു തോന്നുന്നവർക്ക് കൊടുക്കും, അല്ലാത്തവർക്ക് കൊടുക്കൂല. അവിടെയും കൊടുക്കും, ഇവിടെയും കൊടുക്കും, എല്ലാവരും കൊടുക്കും. ഇവിടെ എല്ലാവർക്കും അള്ളാഹു ഗുണം ചെയ്യും. എന്നാൽ റഹീം എന്ന് പറഞ്ഞാൽ ഇവിടെ അനുസരിച്ചവർക്ക് മാത്രം നാളെ പാരത്രിക ലോകത്ത് ഗുണം ചെയ്യും. അതിപ്പോൾ നമ്മൾ ചർച്ചയിലില്ല. ഇവിടെ എന്ത് ചെയ്യാം, റഹ്മാൻ എന്ന പദത്തിനെയാണ് പറയുന്നത്. അപ്പോൾ ഈ റഹ്മാൻ എന്ന പദം വിശാലമായ പദം, അതാണ് എല്ലാവർക്കും റഹ്മത്ത് കിട്ടുന്ന അള്ളാഹു, റഹ്മത്ത് കൊടുക്കുന്ന അള്ളാഹു. അപ്പോൾ അതാണ് നമ്മൾ പറയാൻ പോകുന്നത്, അർ റഹ്മാൻ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിച്ച് എന്തിനാ, നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല നമ്മൾ ഈ തഫ്സീറുകൾ ഇതുണ്ടല്ലോ, പരിഭാഷ, ഖുർആൻ പരിഭാഷയിലേക്ക് കൊടുക്കുന്നത് ആ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതിയിട്ട് മലയാളത്തിൽ എഴുതി വെക്കുന്നത് പരമകാരുണ്യനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. കഴിഞ്ഞോ? അങ്ങനെ ഉള്ളോ? അല്ല, മറിച്ച് അതിന് വിശാലമായ അർത്ഥമുണ്ട്. അതാ പറഞ്ഞതിൻ്റെ പൊരുളെന്ത്, നമ്മൾ ഈ പറഞ്ഞത് ഈ വിശുദ്ധ ഖുർആൻ നമുക്ക് ചർച്ച ചെയ്യാനിരുന്നാൽ, വിശദീകരിക്കാനിരുന്നാലും ചുരുങ്ങിയ സമയം കൊണ്ടൊന്നും തീർക്കാൻ കഴിയില്ല. അള്ളാഹു പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. റഹ്മാൻ എന്ന പദം മഹത്തുക്കൾ പറയാണ്, യാ റഹ്മാൻ എന്ന് 100 തവണ ബഅദ സ്വലാത്തി സുബഹി യൗമിയൻ, എല്ലാ ദിവസവും സുബഹി നിസ്കാര ശേഷം യാ റഹ്മാൻ എന്ന് ഒരാൾ ചൊല്ലിയാൽ, യാ റഹ്മാനു യാ റഹ്മാനു യാ റഹ്മാനു യാ റഹ്മാൻ, ഇങ്ങനെ 100 തവണ എല്ലാ സുബഹി നിസ്കാരവും ചൊല്ലി അയാൾക്ക് കിട്ടുന്ന നേട്ടം എന്താ അറിയോ, അയാളിൽ നിന്നും യദ്ഹബുൽ ഗഫ്ലതു വന്നിസ്യാനു വഖസാവത്തുൽ ഖൽബ്, ആ വ്യക്തിയിൽ നിന്നും നിസ്യാൻ, മറവി എന്നുള്ള സംഗതി എന്ത് ചെയ്യും, അള്ളാഹു നീക്കിക്കളയും. അതായത് ആ മനുഷ്യന് ഒരു സാധനവും മറന്നു പോകില്ല, മറവി എന്ന വിഷയം പെട്ടുപോകില്ല. ചില സംഗതികൾ നമ്മൾ തന്നെ എന്ത് ചെയ്യും, നമ്മൾ ഓർക്കണമെന്ന് വിചാരിക്കുന്ന പല സംഗതികളും മറന്നു പോകുന്നുണ്ട് അല്ലേ. പല സംഗതികളും മറന്നു പോയിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അന്താള് ചെയ്യിക്കലുണ്ട്. മറവി എന്ന് പറയുന്ന സാധനം അയാൾ പെട്ടുപോകില്ല. അതുപോലെ തന്നെ ഗഫലത്തിൽ പെട്ടുപോകില്ല, അശ്രദ്ധയിൽ പെട്ടുപോകില്ല. പലപ്പോഴും നമ്മുടെ നിസ്കാരങ്ങൾ, മറ്റ് സൽക്കർമ്മങ്ങൾ, അല്ലെങ്കിൽ ജോലികളൊക്കെ പലപ്പോഴും അശ്രദ്ധ കാരണം ഇല്ലാതെയായി പോകുന്നുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ അശ്രദ്ധ കാരണം പല അപകടങ്ങളും സംഭവിക്കാറുണ്ട്. എന്നാൽ യാ റഹ്മാൻ എന്ന ഇസ്മ നിരന്തരം ദിവസവും എല്ലാ ദിവസവും സുബഹി നിസ്കാര ശേഷം 100 തവണ ചൊല്ലുന്നുണ്ടോ അവർക്ക് ഒരു ഗഫലത്തിലും പെട്ടുപോകില്ല, അശ്രദ്ധയിൽ പെട്ടുപോകില്ല. അതുപോലെ ഖസാവത്തുൽ ഖൽബ്, കൽബ് കട്ടിയായി പോകൂല എന്ന്. കൽബ് കട്ടിയാകുന്ന പറഞ്ഞാൽ എന്താ, ഇത് ആരോടും ഒരു കൃപയില്ലാത്ത കൽബ്, ഒരു മയമില്ലാത്തവനാകുക, അങ്ങനത്തെ വിഷയം ഉണ്ടാവില്ല. എല്ലാവരോടും സൗമ്യമായി പെരുമാറാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുക്കും. എല്ലാവരോടും റാഹത്തായി ചിരിച്ച് സന്തോഷത്തോട് സംസാരിക്കാനുള്ള കഴിവ് അല്ലാഹു കൊടുക്കും. യാ റഹ്മാൻ ഒരു ഫായിദ മാത്രം പറഞ്ഞേ ഉള്ളൂ. ഇനി ഈ ഒരു ദിക്റിനെ, യാ റഹ്മാൻ എന്ന ദിക്റിനെ 290 തവണ അത് കണക്കുകളിൽ കാണാം, 290 തവണ ആരെങ്കിലും പതിവാക്കി, എന്നാൽ അവർക്ക് കിട്ടുന്ന ഫായിദയെ പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല എന്ന്. അതായത് എണ്ണമറ്റ പ്രതിഫലങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് എന്ത് ചെയ്യും, 260 തവണ ഈ ഒരു യാ റഹ്മാൻ എന്ന ഇസ്മ ചൊല്ലുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. നോക്കുങ്ങൾ, ഇനി പറഞ്ഞുതരാം. ഇനി ആരെങ്കിലും ഒരാൾ ഒരു പ്രധാനപ്പെട്ട സംഗതി, അതായത് ഒരു മുഖ്യമായ സംഗതിയിൽ അവർക്ക് അത് അവരെ കൊണ്ട് സാധിക്കുകയില്ല എന്ന് തോന്നി, മനസ്സിലായോ, ഒരു മുഖ്യമായ സംഗതി എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല, നടക്കൂല എന്നൊരാൾക്ക് തോന്നി. എന്നാൽ അത്തരത്തിലുള്ള ആളുകൾ ഫൽയഖുൽ ബഅദ സ്വലാത്തിൽ അസ്രി മിൻ യൗമിൽ ജുമുഅത്തി വഹത്തൽ ഗുറൂബ് യാ അല്ലാഹു യാ റഹ്മാൻ. അത്തരത്തിൽ ആ സംഗതി മനസ്സിൽ കരുതിക്കൊണ്ട് ഇതിനു വേണ്ടി ഒന്ന് മെനക്കെട്ടിരിക്കുക. അതായത് വെള്ളിയാഴ്ച അസർ നിസ്കാരത്തിൻ്റെയും ഗുറൂബിൻ്റെയും ഇടയിലുള്ള സമയം, അതായത് അസർ നിസ്കാരത്തിന് ശേഷം തുടങ്ങി ഗുറൂബ് വരെ, അതായത് സൂര്യൻ അസ്തമിക്കുന്നത് വരെ എന്ത് ചെയ്യുക, യാ അല്ലാഹു യാ റഹ്മാൻ, ഒറ്റയിരിപ്പിൽ ചൊല്ലണമെന്നൊന്നുമില്ല, എന്ത് ചെയ്യുക, യാ അല്ലാഹു യാ റഹ്മാൻ എന്ന് എന്ത് ചെയ്താൽ നിരന്തരം ഇങ്ങനെ ചൊല്ലിയിട്ട് അവസാനം ആ ഉറൂബിന്റെ സമയത്ത്, അസ്തമയ സമയത്ത് എന്ത് ചെയ്യണം, സുമ്മ യസ്ജുദ് വയത്ലുബു ഹാജതഹു ഫതഖുല്ലാ ഇൻഷാ അല്ലാഹ്. ആ വ്യക്തി എന്താണ് ആ മുഖ്യമായ സംഗതി മനസ്സിൽ ഉദ്ദേശിച്ചത്, കാര്യം നടന്നു കിട്ടണമെന്ന ആ കാര്യം ഉദ്ദേശിച്ചത്, ആ സംഗതി മനസ്സിൽ കരുതിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒന്ന് സുജൂദ് ചെയ്തിട്ട് ആ സുജൂദിലായിട്ട് അവൻ്റെ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ആ ആവശ്യം അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ്. അള്ളാഹു ആ സംഗതി പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ്. അത് ഹലാലായതായിരിക്കണം, അനുവദിക്കപ്പെട്ട സംഗതിയായിരിക്കണം. ഇനിയോ യാ റഹ്മാൻ എന്ന പദം ബഅദ സ്വലാത്ത്, എല്ലാ നിസ്കാര ശേഷവും 298 തവണ ആരെങ്കിലും ഒരാൾ ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയോട് ശത്രുതയുള്ള മുഴുവൻ ആളുകളുടെയും ശത്രുത നീക്കിയിട്ട് മഖ്ലൂഖാത്തുകൾക്ക്, അള്ളാഹുവിൻ്റെ പടപ്പുകൾക്ക് മുഴുവൻ ഈ വ്യക്തിയോട് സ്നേഹവും മഹബത്തും അള്ളാഹു ഇട്ടുകൊടുക്കും. അള്ളാഹുവിൻ്റെ ചില ഔലിയാക്കളുടെ ചരിത്രം പറയേണ്ടത്, കാട്ടിലൂടെ നടന്നു പോയാലും വന്യമൃഗങ്ങൾ പോലും അവരുടെ അടുക്കലേക്ക് അവരെ ബുദ്ധിമുട്ടിക്കാൻ ചെല്ലൂലായിരുന്നു. സിംഹങ്ങളൊക്കെ കണ്ടാൽ പോലും വഴി മാറിപ്പോകുമെന്നാണ് പറഞ്ഞതിനർത്ഥം.
അപ്പം അത്രയും അള്ളാഹു ഹൈബത്തും വക്കാറും പേടിയൊക്കെ എന്ത് ചെയ്യും സൃഷ്ടികൾക്കിടയിൽ ആ വ്യക്തിയോട് ഇട്ടുകൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നാമം നമുക്ക് കൈമുതലാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. അപ്പം നമ്മളെപ്പോഴും ചെല്ലുന്ന പേരാണ് റഹ്മാൻ. യാ റഹ്മാൻ, റഹ്മാനായ അള്ളാഹ് എന്നൊക്കെ വിളിക്കല്ലേ, റഹ്മാനായ റബ്ബേ എന്ന് വിളിക്കും. അത് വലിയ വിളിയാണ്. ആ ഒരു വിളി നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ ആ ഒരു തൗഫീഖും അവൻ നൽകുന്ന അനുഗ്രഹങ്ങൾ അധികരിപ്പിച്ച് കിട്ടാനൊക്കെ കാരണമായി തീരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ ഒന്ന് ചെയ്തു വെക്കാം ഇൻഷാ അല്ലാഹ്. കാരണം ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്താനും അത് നിങ്ങൾക്ക് പഠിക്കാനും ഒക്കെ ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ ദുആ വസിയത്തുകളും അതുപോലെ സംശയങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം. ആഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.